ചേച്ചി 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 ആരുണ്ട് ചേച്ചി ഒരുപാട് ചെടികളുണ്ട് ചേച്ചി 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 ഒന്നും അറിയാതെ ഒന്നും കഴിച്ചില്ല ഇന്നലെ ഒന്നും കഴിച്ചില്ല മമ്മൂട്ടിയെ പോലെ ഉണ്ടല്ലോ. ആ അവസ്ഥയിലായോ ആ അവസ്ഥയിലായോ? അതെ ഡെയിലി നിങ്ങളെ പോലുള്ളവരാ ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് വെറുതെ മുട്ടിയിരിക്കുക. എത്രയെന്ന് പറഞ്ഞ് എത്ര പേരെന്നും പറഞ്ഞു കൊടുക്കണം. ഇന്നലെ ഒരാള് വന്നു, മെനഞ്ഞാന്ന് ഒരാള് വന്നു, ഇപ്പൊ എന്താ മുറുകയില് മമ്മൂട്ടി അവതരിച്ച് വന്നിരിക്കുന്നു. ഒന്നും കഴിച്ചില്ലയോ? കണ്ടിട്ട് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. നല്ല തൊഴിലാണ്. പിന്നെ വല്ല ഹോട്ടൽ പണിക്ക് എവിടെങ്കിലും ഒക്കെ പോയി ചെയ്ത് ജീവിക്കും. ഇങ്ങനെ രണ്ടാം നടക്കാതെ കണ്ടിട്ട് നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണല്ലോ. അസിൽ മുറുകയിലെ മമ്മൂട്ടി തന്നെ. ആ ഒരു കാര്യം ചെയ്യും. അതുകൊണ്ട് അവിടെ ഉപ്പലാതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കും. ഞാൻ തരാം എന്തെങ്കിലും. ചുമ്മാ ഇങ്ങനെ നടന്ന് തിന്നാൻ നടക്കാതെ. ആ പിന്നെ അല്ല ചൂല് അവിടെ കിടക്കുന്നു. അവിടെ എല്ലാം ഒന്ന് തൂത്ത് കൂട്ട് പെട്ടെന്ന്. ചുമ്മാ തിന്നാൻ തരാൻ ഇവിടെ ഒന്നും ഇല്ല. അല്ലെ ജോലിയും ചെയ്യും. ശരീരത്തിന് ഒരു എക്സസൈസ് ആകും. എന്റെ പേരെന്തുവാ? പേര് പറയുന്നില്ല. ഞാനോ കള്ളനാണെന്ന് തോന്നുന്നല്ലോ. വീടെവിടെ? എന്നാലും സ്ഥലം ഇല്ലയോ? വടക്കോട്ടോ? ആ ചിരിക്കല്ലേ. കല്ല് കണ്ടാൻ പിഴയപ്പോ മമ്മൂട്ടിയെ പോലുണ്ട്. ഓർമ്മ വരുന്നു. പെട്ടെന്നാകട്ടെ. എല്ലാരും ഉണ്ട്. ജോലിയും കൂലിയും ഒന്നുമില്ല. അങ്ങനെ ആയിപ്പോയി. ജോലി ഇല്ലെന്ന് പറയുന്ന ആദ്യത്തെ മഹാൻ. ഇഷ്ടം പോലെ ജോലിയുണ്ടല്ലോ. അപ്പൊ ഇത് തന്നെ ഒരു ജോലിയായില്ലേ? ജോലിക്കാന്നോ പാടും. അതുപോലെ എവിടെങ്കിലും പോയി എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുത്താൽ വയറ് കഴിയാൻ, കക്കാനും മൂട്ടിക്കാനും നടക്കാതെ. ഞങ്ങളെപ്പോലുള്ളവർ രക്ഷപ്പെടും. ശരിയാ, നമ്മൾ നേരം വെളുത്ത് കഷ്ടപ്പെട്ട് ജോലിക്ക് പോന്ന്. നിങ്ങളെപ്പോലുള്ളവർ ഡെയിലി ഒന്ന് വല്ലവും താഴോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിന്നാം, പൈസ കിട്ടും. ഇങ്ങനെ പല വീടുകളിൽ കയറിയ ഡെയിലി ഒരു വരുമാനമായി, ആഹാരമായി, തിന്നു കൊഴുത്ത് അവസാനം എവിടെയെങ്കിലും മോട്ടിക്കാനും കയറും. ഇതൊക്കെയാ നിങ്ങളുടെ പരിപാടി. വടക്കെന്ന് പറഞ്ഞ എവിടെ? അങ്ങ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെ? അങ്ങ് ഇത് പാറശാല. അതെ. ഇതുപോലുള്ളവരെയൊന്നും വീടുകൾ കേട്ടിരുന്നാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും. നമ്മള് മനുഷ്യത്തെ ഓർത്ത് വല്ലതും തരും. നിങ്ങളൊക്കെ വല്ലതും മോട്ടിക്കൊണ്ട് പോകും. ഇവിടെ നടുവൊക്കെ ഒന്ന് നൂരട്ടെ. ജോലി ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാ. ചുമ്മാ നടന്ന് തിന്ന് കഞ്ചാവ് അടിച്ച് നടന്നു അസുഖം പിടിച്ച് വെക്കാതെ ഇന്ന് ബസ്സുകളൊന്നും ഇല്ലല്ലോ. ഹർത്താലല്ലയോ? രാവിലെ അങ്ങനെ എത്തി ഇവിടം വരെ. കണ്ടോ, വണ്ടി ഇല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ചു തരാൻ ആള്.
സാപ്പാട് തരാനാണ്, പിന്നെന്താ സുഖസൗഭാഗ്യം. ഞങ്ങളൊക്കെ നിന്നൊരു കൈ കാണിച്ചാൽ ഒരു മനുഷ്യര് ലിഫ്റ്റ് തരാനില്ല. നിങ്ങളെപ്പോലുള്ളവര് കൈ കാണിച്ചു കഴിഞ്ഞാൽ ലിഫ്റ്റ് കൊള്ള. മക്കളെത്ര പേരാ? ദൂരെയാണ്. അവര് ഇതുപോലെ ആണോ പഠിക്കുവാന്നോ ഇതുപോലെ കിടക്കുവാന്നോ? അല്ല, അവരെല്ലാം പഠിച്ച് ജോലികളുണ്ട്. അവര് നോക്കം ചെയ്യും. അത് ഒരു വല്ലപ്പോഴൊക്കെ നാട്ടിൽ വരുമ്പോ കാണും. മക്കളെ കഷ്ടപ്പെട്ട് വളർത്തും പഠിപ്പിക്കും, അവസാനം ജോലി കിട്ടുമ്പോ അവന്മാര് തിരിഞ്ഞു നോക്കത്തില്ല. ഇത് തന്നെ ലോകത്ത് നടക്കുന്നത്. ജോലി കിട്ടത്തില്ല രാജാ. അവരെല്ലാം കുറവാണ്. ഇതൊക്കെ എല്ലാം നല്ല ജോലിയുള്ള വീടുകളൊക്കെ ഉണ്ടല്ലോ. നല്ല വൃത്തിക്ക് ചെയ്. നടുവൊന്ന് മൂടി കുഞ്ഞ കഴിക്കാൻ എടുത്തോണ്ട് വരട്ടാ. കഴിക്കാൻ കൊണ്ട് വരട്ടാ. പെട്ടെന്ന് കഴിയും, എനിക്കൊരെണ്ണം വരെ പോണം. വെള്ളം വരായ ചാപ്പാട് നമ്മള് നല്ല വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാ. കടയിൽ പോയാൽ 10 ദിവസത്തൊക്കെ എടുത്ത് അവന്മാര് ചൂടാക്കി തരുന്നു. കഴിച്ച് കഴിക്കും. ചേട്ടൻ അപരാധിയില്ല. ചേട്ടൻ ഉണ്ടെന്നേ ഉള്ളു, വലിയ ഗുണമൊന്നും ഇല്ല. നമ്മൾ തന്നെ കിടന്ന് രാപകല് കഷ്ടപ്പെട്ട് പിള്ളേരെ വളർത്തുന്നു. ചേട്ടൻ ഉള്ളത് ഇല്ലാത്തതിനും തുല്യം. പിന്നെ പെട്ടുപോയി തലവിധി എന്ന് പറയും, അനുഭവിച്ച് തീർക്കുക. നിങ്ങളെപ്പോലെ നമ്മള് നടക്കാൻ പറ്റുമോ? നമ്മള് പട്ടിണിയാന്നേലും വയറ് മൂടി കെട്ടി ചെറുക്കി കെട്ടി നമ്മൾ ജീവിച്ചു പോകും. ചെയ്യാൻ പറ്റും. തന്റെ ഭാര്യ എന്തോ വീട്ടിലിരിക്കുന്നോ? അവരുടെ കൂടെ പൊക്കൂടെ? സ്ഥിരമായിട്ടുണ്ടോ? തന്നെ കണ്ടാലുണ്ടല്ലോ അസിൽ മമ്മൂട്ടി മൃഗയിലെ അതുപോലെ തന്നെ. ഒന്ന് ചിരിച്ചേരായ ചിരിച്ച് നല്ല ചിരിച്ച് നാണം വരുന്നോ? ചിരിയായ അസിൽ മമ്മൂട്ടി നല്ല ചിരി. മമ്മൂട്ടി തന്നെ, അസിൽ മൃഗയിലെ മമ്മൂട്ടി തന്നെ സമ്മതിച്ചു തന്നു. പക്ഷെ കണ്ട് നമ്മളെ പോലുള്ളവര് കാണുമ്പോ പേടിയാ. അത് കാണുമ്പോ എനിക്കൊരു ഉള്ളിലൊരു പേടിയുണ്ട്. പിന്നെ അടി. Not
കുളിക്കുന്നത് പണിക്ക് വേണ്ടി ഡ്രസ് ഇട്ടിട്ട് വരണം. ഭയങ്കര നാറ്റം. ദാ. ഓ. അയ്യോ. രായ. നല്ല ശരി. ബക്കറ്റ് എടുത്ത് അതെല്ലാം കൂടെ അതിൽ വാരടോ. അവിടെ വെക്ക്. അവിടെ വെക്ക്. അയ്യോ അയ്യോ. ഇനിയൊന്നും വലിക്കല്ലേ. ഓ, ഒന്നാമത് മാറ്റം കൊണ്ട് നിൽക്കാൻ വേണ്ടി വീടിയുടെ നെല്ലൂടെ സഹിക്കാം. അങ്ങനെ ആയിപ്പോയി. മാങ്ങ ഒന്നുമില്ലേ ചേച്ചി? മാങ്ങ ഇല്ലേ? മാങ്ങയില്ല. മാങ്ങയുടെ സീസൺ അല്ലല്ലോ. അയാൾ എവിടുന്ന് വരും? അമേരിക്കയെന്നോ? മാങ്ങയുടെ സീസൺ ഒന്നും ആയില്ല. തേങ്ങ ഉണ്ട്, ഓമയ്ക്ക ഉണ്ട്. മാങ്ങയില്ല. ഞങ്ങളെ നാട്ടിലെല്ലാം ഇപ്പൊ ഉണ്ട്. ഏത് മാങ്ങ ഞങ്ങളെ നാട്ടിലെല്ലാം ഉണ്ട്. ഉണ്ടോ? ആ മാങ്ങയുടെ സ്മെല്ല് സഹിക്കാൻ വയ്യ. 7 അയലത്ത് വെക്കാം. ആ എന്നോടല്ലേ പറഞ്ഞു വീട് വലിക്കുന്നു? അങ്ങനെ ആയിപ്പോയി. എവിടെയാണോ? നമുക്ക് നാറ്റം കൊണ്ട് നിൽക്കാൻ വയ്യ. കളഞ്ഞ് കളഞ്ഞ് ചേച്ചി കളഞ്ഞ്. നമുക്ക് ഈ സ്മെല്ലൊന്നും പിടിക്കൂല. പീടിയും കള്ളും കഞ്ചാവും ഒന്നും. ആ ഛേ. ചാപ്പാട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഈ സ്മോൾ അടിക്കണോ? രായ ചില്ലറ ഒന്നും ഇല്ല. ഓ, നാളെ കുറച്ച് ജോലിയും കൂടെ ഉണ്ടല്ലോ. പോയിട്ട് വാ, നാളെ തരാം പൈസ. ഉള്ളത് തിന്നാല് മേഡം. ഇല്ലടോ, നാളെ തരാടോ. ചാപ്പാട് തന്നില്ലേ? ഉള്ളത് തന്നാല് മേഡം. മതി. എന്നാല് നീ എവിടെ നിൽക്കണേ? ഓ, ഞാൻ ഒരു വീട്ടില് വിശന്ന് കയറി വന്ന് ആഹാരം എല്ലാം തന്നു. ഓ, ഇവിടെ കാറ് സ്കൂട്ടർ എല്ലാം ഒത്തിരി ഉണ്ട്. മേഡത്തിന് ഭയങ്കര അഹങ്കാരമാണ്. നമുക്ക് ഇവിടെ തന്നെ ഇവിടുന്ന് കൊള്ളയടിക്കണം. ഓ ഓ, പ്ലാൻ ഇട്ടു. നമുക്ക് ശനിയാഴ്ച ഡീൽ ചെയ്യാം. ഓ ഓ, ഭർത്താവെല്ലാം ഗൾഫിലാ. ഓ ഓ ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ.
വലിക്കരുതെന്നല്ലേ ഇവിടെ ഇരുന്ന് പറയണോ? തന്നോടല്ലേ പറഞ്ഞു ഇവിടെ ഇരുന്ന് വീട് വലിക്കരുതെന്ന്? കളഞ്ഞു മേഡം, എന്തോ കളഞ്ഞു. തന്നോടല്ലേ പറഞ്ഞു? എന്നാ ഇത്ര കാശ് പോരാ മേഡം, എന്തെല്ലാം ജോലി ചെയ്ത്. എന്തോ ജോലി ചെയ്ത്? ഇവിടെ വന്ന് മുറ്റം ഒന്ന് തൂത്ത് തിന്ന ജോലി നടത്തി. ഇന്നല്ലേ ഉള്ളൂ. പോ, ഇനി കാശ് വരുമ്പോ പോരാ, തരാം. നിങ്ങൾ തന്നെ ചെയ്യ്. ഇനി വരുമ്പോ തരാം. എനിക്ക് വേണ്ട. പോന്നു എടുത്തോണ്ട് പോന്ന്, ഇനി വരുമ്പോ തരാന്നോ? വേണ്ട, വേണ്ട. അയ്യോ,